ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ ഹൃദയ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ഓണം മേക്കപ്പ് ലുക്കാണ്. ഇപ്പോൾ ഓണം സെലിബ്രേഷൻസ് ഒക്കെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്, കുറെ കഴിഞ്ഞിട്ടുണ്ടാവും. എനിവേസ് ഞാനപ്പോൾ എൻ്റെ ചെറിയൊരു ഓണം മേക്കപ്പ് ലുക്കാണ് ഇവിടെ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ ആരെങ്കിലും എൻ്റെ ചാനൽ ഫസ്റ്റ് ടൈം കാണിച്ചാൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, അതേപോലെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിച്ചൊന്ന് ഷെയർ ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നമുക്ക് വ്ളോഗിലോട്ട് പോവാം. അപ്പോൾ ഞാൻ ഫേസ് നല്ല രീതിയിൽ ക്ലെൻസ് ചെയ്തതിന് ശേഷം ഇവിടെ ലാക്മിയുടെ മോയ്സ്ചറൈസറാണ് യൂസ് ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ ലാക്മിയുടെ തന്നെ സൺസ്ക്രീനാണ് യൂസ് ചെയ്തേക്കുന്നത്. പിന്നെ ഫൗണ്ടേഷനായിട്ട് ഞാൻ യൂസ് ചെയ്തേക്കുന്നത് ഫിറ്റ്മീയുടെ ആണ് കേട്ടോ. ഫിറ്റ്മീയുടെ എൻ്റെ ഷെയ്ഡ് വരുന്നത് 126 ആണ് എൻ്റെ ഷെയ്ഡ് വരുന്നത്. പക്ഷേ 128ഉം കൂടി ഞാൻ മിക്സ് ചെയ്തിട്ടാണ് ഫേസിൽ അപ്ലൈ ചെയ്യാറ് കേട്ടോ. അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ ഫേസിലും കഴുത്തിലും ചെവിയിലൊക്കെ നല്ല രീതിയിൽ നമ്മൾ അപ്ലൈ ചെയ്യണം. അതിനുശേഷം ഞാൻ ബ്ലെൻഡറും അതുപോലെ തന്നെ ആൽപ്പ് ഗുഡ്നെസ്സിൻ്റെ റോസ് വാട്ടറാണ് യൂസ് ചെയ്തേക്കുന്നത് കേട്ടോ. നമുക്ക് നോർമൽ വാട്ടർ വെച്ചിട്ട് നമുക്ക് ബ്ലെൻഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ വാട്ടർ വെച്ചിട്ടൊന്ന് ഇതാക്കുമ്പോൾ നന്നായി നല്ല രീതിയിൽ ബ്ലെൻഡ് ആവുകയും ചെയ്യും, നല്ലൊരു ഫിനിഷിംഗ് ലുക്ക് കിട്ടുകയും ചെയ്യും കേട്ടോ. അതുകൊണ്ടാണ് അപ്പോൾ നമ്മൾ എത്ര രീതിയിൽ ബ്ലെൻഡ് ചെയ്യുന്നു അത്രത്തോളം നമുക്ക് റിസൾട്ട് ഉണ്ടാവും. അപ്പോൾ ഞാനിവിടെ ഐബ്രോ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് സ്വിസ് ബ്യൂട്ടിയുടെ ഐബ്രോയും ഐ ജെല്ലും ഉണ്ട്. രണ്ടും ഇൻക്ലൂഡഡ് ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ്. അത് നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ള പ്രൊഡക്റ്റാണ് കേട്ടോ. നല്ല രീതിയിൽ നമുക്ക് ഐബ്രോ ഒക്കെ ഫില്ല് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ ഐബ്രോ ഫില്ല് ചെയ്യുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ മിഡിൽ പാർട്ട് മുതൽ നമ്മൾ ഐബ്രോ ഷെയ്ഡ് ചെയ്ത് തുടങ്ങണം. അപ്പോൾ നമുക്ക് കറക്റ്റ് ഒരു വൃത്തിയിൽ നമുക്ക് ആ ഷെയ്ഡ് കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ ഐ മേക്കപ്പിന് വേണ്ടി ഇവിടെ ലാക്മിയാണ് എടുത്തേക്കുന്നത്. അതേപോലെ തന്നെ നമ്മൾ കണ്ണ് എഴുതുന്ന സമയത്ത് കണ്ണിൻ്റെ താഴെയും അതേപോലെ തന്നെ കണ്ണിൻ്റെ മുകളിലും നല്ല രീതിയിൽ എഴുതി കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നമുക്കൊരു ഫിനിഷിംഗ് ലുക്ക് ഉണ്ടാവും. അതേപോലെ തന്നെ കണ്ണ് കുറച്ചുകൂടി ഒന്ന് വിടർന്നിരിക്കുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും. കുറച്ച് ചെറിയ കണ്ണുള്ളവർക്കൊക്കെ നല്ല യൂസ്ഫുള്ളാണ്. അതേപോലെ തന്നെ ഞാനിവിടെ സിമ്പിളായിട്ടൊരു മേക്കപ്പ് ലുക്കാണ് കേട്ടോ ക്രിയേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ കൺസീലറോ അതുപോലെ തന്നെ കോണ്ടോറിങ് അതുപോലെ തന്നെ പ്രൈമർ ഇതൊന്നും ഞാൻ യൂസ് ചെയ്തിട്ടില്ല. കാരണം ഞാൻ സിമ്പിളായിട്ടൊരു മേക്കപ്പ് ലുക്കായിരുന്നു കേട്ടോ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. അതേപോലെ തന്നെ ഞാനിപ്പോൾ ഐ മേക്കപ്പിന് വേണ്ടി കണ്ണൊന്നിങ്ങനെ സ്മഡ്ജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഐ ജെല്ലാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. നമുക്ക് വേണമെങ്കിൽ നല്ല സ്മോക്കി ഐ ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നൊരു പ്രൊഡക്റ്റാണ്. നല്ല രീതിയിൽ നമുക്കത് ബ്ലെൻഡ് ചെയ്തെടുക്കാനൊക്കെ പറ്റും കേട്ടോ. നല്ലൊരു പ്രൊഡക്റ്റാണ്. നമുക്ക് ഐബ്രോയും ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പ്രൊഡക്റ്റാണ്. പിന്നെ അതിന് ശേഷം ഞാൻ കണ്ണിൻ്റെ പണി ഇതുവരെയായിട്ടും കഴിഞ്ഞിട്ടില്ല. നല്ല രീതിയിൽ കണ്ണ് ഞാൻ ബ്ലെൻഡ് ചെയ്യുന്നുണ്ട്. പിന്നെ കുറച്ച് സമയം എടുക്കും. ഇത് സ്മോക്കി ഐ ഒക്കെ ആണെങ്കിൽ കുറച്ചധികം സമയം എടുക്കും കേട്ടോ. അപ്പോൾ അടുത്ത പ്രൊഡക്റ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഹെർബ്സിൻ്റെ നമ്മുടെ ടിൻ്റാണ്. അപ്പോൾ നമുക്ക് ബ്ലഷായിട്ടൊക്കെ നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ബ്ലഷ് യൂസ് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മുടെ ഐബ്രോയും ലിപ്സ്റ്റിക്ക് നമ്മൾ ഷെയ്ഡ് നോക്കിയിട്ടുണ്ട്. ലിപ്സ്റ്റിക്കും അതുപോലെ തന്നെ കുറച്ച് ബ്ലഷും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഫേസ് ഒന്ന് അത്യാവശ്യം നല്ല ഫിനിഷ് ആയ പോലെയാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ അവിടെ എൻവൈപ്സിൻ്റെ സ്റ്റോക്ക് ക്രീം യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. സ്റ്റോക്ക് ക്രീം നമുക്ക് ഫൗണ്ടേഷൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. നമുക്ക് നല്ലൊരു ഹൈലൈറ്റ് ചെയ്ത പോലെ നമ്മുടെ ഫേസ് നന്നായിട്ടൊന്ന് ഹൈലൈറ്റ് ചെയ്ത പോലെ തോന്നും. ഇവിടെ ഞാൻ പിങ്ക് ഷെയ്ഡാണ് കേട്ടോ എടുത്തേക്കുന്നത്. എനിക്ക് ഇഷ്ടപ്പെട്ടിരുന്നു ഈ ഒരു ഷെയ്ഡ്. പിന്നെ ഞാൻ പിരികത്തിൻ്റെ മുകളിൽ ഐബ്രോൻ്റെ മുകളിൽ അപ്ലൈ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഐബ്രോ നന്നായിട്ട് എടുത്ത് കാണിക്കാൻ വേണ്ടി എനിക്ക് നല്ല തിക്കായിട്ടുള്ള ഐബ്രോസാണ് ഇഷ്ടം കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഐബ്രോസിൻ്റെ താഴെ അങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ന്യൂസ് ഇതൊക്കെ നമുക്കൊന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. ഞാൻ പിന്നെ അതേപോലെ തന്നെ മസ്കാര അപ്ലൈ ചെയ്യാൻ വിട്ടുപോയിട്ട് നമ്മൾ മസ്കാരയും കൂടി നമ്മൾ അപ്ലൈ ചെയ്താലാണ് നമ്മുടെ ഐ മേക്കപ്പ് ഒന്ന് കംപ്ലീറ്റ് ആവുള്ളൂ കേട്ടോ. അപ്പോൾ നല്ല രീതിയിൽ മസ്കാര അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ അടുത്തായിട്ട് ഇവിടെ യൂസ് ചെയ്യുന്നത് ലിപ്പ് ലൈനറാണ് കേട്ടോ. അപ്പോൾ ലിപ്പ് ലൈനർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലിപ്സിന് കുറച്ചും കൂടി ഒന്ന് ഫിനിഷിംഗ് ലുക്ക് കിട്ടും. അപ്പോൾ ഒന്ന് ലിപ്പ് ലൈനർ യൂസ് ചെയ്യാണ്ട് ലിപ്സ്റ്റിക് ഇടുന്നവരുണ്ട്. പക്ഷേ രണ്ടിൻ്റെയും വ്യത്യാസം ഭയങ്കരമാണ് കേട്ടോ. നല്ല രീതിയിലുള്ള വ്യത്യാസമുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഞാൻ ഇവിടെ ലിപ്സ്റ്റിക്കായിട്ട് യൂസ് ചെയ്യുന്നത് മെബിലൈൻ്റെ സൂപ്പർ സ്റ്റേ ആണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. സൂപ്പർ സ്റ്റേ ആണ്. നമുക്ക് എത്ര നേരം വേണ്ടുള്ളത് നമുക്ക് ലിപ്സിലുണ്ടാവും. പിന്നെ 135 ആണ് ഞാൻ ചൂസ് ചെയ്ത ഷെയ്ഡ്. എനിക്ക് ഇഷ്ടപ്പെട്ട ഷെയ്ഡാണ്. പിന്നെ ഹൈലൈറ്റർ വേണോ വേണ്ടെന്നുള്ള കൺഫ്യൂഷനായിരുന്നു. ഞാൻ ഹൈലൈറ്റർ സ്കിപ്പ് ചെയ്തു. അതേപോലെ തന്നെ ഐലൈനർ ചെയ്തത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ണിനൊരു കുറച്ചും കൂടി ഒന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടാണ് ഞാൻ ഐലൈനറും കൂടി ഒന്ന് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ബാക്കി ഒരുവിധം മേക്കപ്പൊക്കെ കഴിഞ്ഞു. അതിനുശേഷം ഞാൻ വള ഇട്ടു. എല്ലാം ഒന്ന് സെറ്റാവാൻ വേണ്ടി വള ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം 2 കമ്മലിൽ ഏത് കമ്മലിടണം എന്നുള്ളൊരു കൺഫ്യൂഷനിലായിരുന്നു കേട്ടോ. ഞാൻ പിന്നെ ചൂസ് ചെയ്ത് ഗ്രീൻ ആയിരുന്നു. പിന്നെ അവസാനം ഞാൻ ആ ഗോൾഡൻ തന്നെ ഇട്ടതായിരിക്കും കുറച്ചും കൂടി ഫേസിന് കുറച്ചും കൂടി ഭംഗിയായിട്ട് എനിക്ക് തോന്നിയത്. പിന്നെ ഞാൻ പൊട്ടൊക്കെ ഇട്ട് ഒന്ന് സെറ്റായി. പിന്നെ ഹെയർ സെറ്റ് ചെയ്യാൻ നോക്കി. ഹെയർ അത്ര ഭയങ്കരമായിട്ടൊന്നും ചെയ്യുന്നില്ല. ജസ്റ്റ് ബാക്കിലോട്ട് കെട്ടിയിട്ട് മുല്ലപ്പൂ വയ്ക്കുന്നു, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ഹെയർ ഒന്ന് സെറ്റ് ചെയ്തു. അതിനുശേഷം ഞാൻ ലാസ്റ്റ് കോമ്പാക്റ്റ് യൂസ് ചെയ്തു. കോമ്പാക്റ്റ് ഞാൻ യൂസ് ചെയ്യുന്നത് മെബിലൈൻ്റെ തന്നെ ഫിറ്റ്മിയാണ് കേട്ടോ. അത് നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ട് കോമ്പാക്റ്റ് ഞാൻ സാധാരണ യൂസ് ചെയ്യുന്നത് കുറവാണ്. പക്ഷേ ഞാനിപ്പോൾ എല്ലാത്തിൻ്റെയും ഒരു സെറ്റ് ആവട്ടെ എന്ന് വിചാരിച്ച് ഞാൻ യൂസ് ചെയ്തതാണ് കേട്ടോ. പിന്നെ മുല്ലപ്പൂ ഒക്കെ വെച്ചു എല്ലാം സെറ്റ് ചെയ്തു. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ എൻ്റെ ഓണം മേക്കപ്പ് ലുക്ക്. ഒരു ചെറിയൊരു മേക്കപ്പ് ലുക്കാണ്. അത്ര ഭയങ്കര കാര്യമായിട്ടുള്ള മേക്കപ്പ് ലുക്കൊന്നുമല്ല, ചെറിയൊരു മേക്കപ്പ് ലുക്കാണ്.
അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വ്ളോഗ് ഇഷ്ടപ്പെടുക വെച്ച് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുക വെച്ചാൽ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കണ്ട. പിന്നെ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. എല്ലാവരും ഓണമൊക്കെ അടിച്ച് പൊളിക്കുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വ്ളോഗിൽ കാണാം. അതുവരെ ബൈ.